വാണിജ്യ ചർച്ചകൾ നിർത്തിവെച്ച അമേരിക്കയ്ക്ക് മറുപടിയുമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഏഷ്യയിലെ വൻ സാമ്പത്തിക ശക്തികളുമായി ദൃഢബന്ധം സ്ഥാപിക്കുമെന്ന് കാർണി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് US ചർച്ചകൾ നിർത്തിവെച്ചത്. മുൻ US പ്രസിഡന്റ് റൊണാൾഡ് റീഗന്റെ പ്രഭാഷണത്തിലെ താരിഫിനെതിരായ വാക്കുകൾ കനേഡിയൻ ടെലിവിഷൻ പരസ്യത്തിൽ ഉപയോഗിച്ചതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. What we can control, absolutely, is how we build here at home. And that's the focus of Budget 2025, generational investment here in Canada. And what we can also control, or at least heavily influence, is developing new partnerships and opportunities, including with the economic giants of Asia, which is the focus of this trip. ഐസൻ ജോസ് തുടരുന്നുണ്ട്. ഐസൻ, ഈ വാണിജ്യ ചർച്ചകൾ നിർത്തിവെച്ച അമേരിക്കയ്ക്ക് മറുപടിയുമായി ഇപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി രംഗത്തെത്തിയിരിക്കുകയാണല്ലേ? എനിക്ക് തീർച്ചയായും അത്തരത്തിലൊരു നീക്കം തന്നെയാണ് മാർക്ക് കാർണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് ഒറന്റോ എന്ന് പറയുന്ന കാനഡയുടെ ഒരു പ്രവിശ്യ ഭരണകൂടം 1987 റൊണാൾഡ് റീഗന്റെ, അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ താരിഫിനെതിരായ പ്രഭാഷണം മുന്നേ ഉപയോഗിച്ച് ഒരു പരസ്യം ടെലിവിഷനിൽ ചെയ്തത്. ഈ ടെലിവിഷൻ പരസ്യമാണ് ഒരു പ്രകോപനം സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടാവുകയും കാനഡയുമായുള്ള വാണിജ്യ ചർച്ചകൾ നിർത്തിവെക്കുകയും ചെയ്തത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ താരിഫ് ചുമത്തുക. ഈ താരിഫുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ ഒന്നാമത്തെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന രാജ്യമാണ് കാനഡ. പിന്നീട് അങ്ങോട്ടുള്ള കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പ്രധാനമന്ത്രി മാറുന്നു, തുടർ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഒരു വാണിജ്യ ചർച്ചകൾ വീണ്ടും തുടരുകയും സ്റ്റീലിന്റെയും അലുമിനിയത്തിന്റെയും എല്ലാം തന്നെ വാണിജ്യം സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ വ്യാപാരം സംബന്ധിച്ചുള്ള ധാരണകളെല്ലാം തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് എല്ലാ വാണിജ്യ ചർച്ചകളും നിർത്തിവെച്ചതായി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുകയും ചെയ്തത്. പിന്നാലെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള നേതാക്കൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഏഷ്യൻ രാജ്യങ്ങളുമായി, ഏഷ്യൻ ജയന്റ്സ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്, ഏഷ്യയിലെ വൻ സാമ്പത്തിക ശക്തികളുമായുള്ള സഹകരണം ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കൃത്യമായൊരു മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് നൽകുകയും ചെയ്തത്. അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്നത്, ഭാരതത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് രംഗങ്ങൾ എന്ന് പറയുന്നത് ചൈനയും സ്വാഭാവികമായും ഇപ്പോൾ അതീവ വേഗതയിൽ വളരുന്ന ഭാരതവുമാണ്. സ്വാഭാവികമായും റഷ്യയുമായുള്ള ധാരണയുടെ വിഷയങ്ങളും അതിൽ ഒരു സൂചനയായി തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രാജ്യങ്ങളുമായുള്ള ബന്ധം ശാക്തീകരിക്കുന്നതിനുള്ള നീക്കം തുടരും എന്നൊരു നിലപാട് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, മാർക്ക് കാർണിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശാക്തീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ വഴി നിലവിലെ ഈ താരിഫ് സംബന്ധിച്ച പ്രതിരോധം ശക്തമായി തീർക്കാൻ സാധിക്കുമെന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു സാധ്യതകൾ തുറന്നു കിട്ടുന്ന ഒരു അവസരമാണിത്. മാത്രമല്ല, ഭാരതവുമായി സഹകരിക്കാൻ കാനഡ വീണ്ടും കുറെ കൂടി ലിബറലായ ഒരു സമീപനം അല്ലെങ്കിൽ കുറെ കൂടി ഉൾക്കാഴ്ചയോടുകൂടി ഒരു സമീപനത്തിനാണ് പുറപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായും ഭാരതം നേരിടുന്ന അല്ലെങ്കിൽ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് ഒരു അംഗീകാരം നൽകുന്നതിനുള്ള നീക്കം കൂടി കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഈ ഖാലിസ്ഥാൻ വിഷയത്തിൽ ഭാരതവുമായി അകന്ന ഒരു പശ്ചാത്തലം ഇല്ലാതാക്കുന്നതിനും അല്ലെങ്കിൽ ഭാരതവുമായി കൂടുതൽ അടുക്കാനുള്ള ഒരു സാധ്യത തുറക്കുന്നതിനുമുള്ള ഒരു അവസരമായും ഇതിനെ നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് തന്നെയാണ് മാർക്ക് കാർണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി ഐസൻ, വാണിജ്യ ചർച്ചകൾ നിർത്തിവെച്ച അമേരിക്കയ്ക്ക് മറുപടിയുമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി രംഗത്തെത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.